മുട്ടിലാണെങ്കിൽ നമ്മളതിനെ ജാനുവസ്തി എന്ന് പറയും, പുറത്താണെങ്കിൽ അതിനെ പൃഷ്ഠവസ്തി എന്ന് പറയും, ഇനി കഴുത്തിലാണെങ്കിൽ ഗ്രീവാവസ്തി എന്ന് പറയും. അതിന് സ്ഥാനം അനുസരിച്ച് അതിന്റെ പേര് മാറി മാറി വരും. ലോ ബാക്ക് ഏക്ക് കാരണം വല്ലാതെ ബുദ്ധിമുട്ടുന്ന ആളാണോ നിങ്ങൾ? ചിലപ്പോൾ അത് സിമ്പിൾ മസിൽ സ്ട്രെയിൻ ആയിരിക്കാം, അല്ലെങ്കിൽ ഡിസ്ക് ഇഷ്യൂസ് ആവാം, ലംബാർ സ്പോണ്ടലൈറ്റിസ് ആവാം, എന്തെങ്കിലും ഡീജനറേറ്റീവ് ഡിസീസിന്റെ ഭാഗമായിട്ടൊക്കെ അത് വരാം. ആയുർവേദത്തിൽ നമ്മൾ ഇതിനെ ലോക്കലൈസ്ഡ് വസ്തി എന്നാണ് പറയാറ്. വസ്തി എന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരത്തിന്റെ ഏതെങ്കിലും ഒരു ഭാഗത്ത് ഓയിൽ റിറ്റെയിൻ ചെയ്ത് നിർത്തുക എന്നാണ് അതിന്റെ അർത്ഥം. ഇതൊരു എക്സ്റ്റേണൽ തെറാപ്പിയാണ്. മറ്റ് പഞ്ചകർമ്മ തെറാപ്പി എന്നൊക്കെ ഭയങ്കര ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു തെറാപ്പിയാണ്. ഉഴുന്ന് മാവ് കൊണ്ട് നമ്മളൊരു ഡോ ഉണ്ടാക്കുന്നു, ഒരു റിങ് പ്രിപ്പയർ ചെയ്യുന്നു, ബോഡി പാർട്ടിന്റെ ഷേപ്പ് അനുസരിച്ചിട്ട് നമ്മളത് അവിടെ അപ്ലൈ ചെയ്യും. ശരീരത്തിന്റെ ഏത് ഭാഗത്താണ് നമ്മളിത് അപ്ലൈ ചെയ്യുന്നത് അതിനനുസരിച്ച് ഇതിന്റെ പേരും മാറ്റും. ഈ ഒരു തെറാപ്പി നമ്മൾ സാധാരണയായിട്ട് ചെയ്യുന്നത് ഒരു പെർട്ടിക്കുലർ ഏരിയയിലുള്ള സ്റ്റിഫ്നെസ് കുറയ്ക്കാനും അവിടെ കൂടുതൽ നറിഷ്മെന്റ് കൊടുക്കാനും മൂവ്മെന്റ് ഒക്കെ ഒന്ന് ഫ്ലെക്സിബിൾ ആക്കാനൊക്കെ വേണ്ടിയിട്ടാണ്. ഇതൊരു ആയുർവേദ ട്രീറ്റ്മെന്റ് ആണെങ്കിൽ മറ്റു തെറാപ്പീസിന്റെ കൂടെ സപ്പോർട്ടിംഗ് ആയിട്ടാണ് നമ്മൾ ഈ ട്രീറ്റ്മെന്റ് ചെയ്യാറ്. അപ്പോൾ നിങ്ങൾ ഏത് പ്രായത്തിലുള്ള ആളായാലും ശരി, നിങ്ങളുടെ ഹെൽത്തി ജോയിൻസിനും സ്പൈനിനും ഒക്കെ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഇത് ചെയ്യാവുന്നതാണ്. അങ്ങനത്തെ സപ്പോർട്ട് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാം.